പ്രിയപ്പെട്ട ഭാവിയിലെ സർക്കാർ ഉദ്യോഗസ്ഥരെ സ്വാഗതം. ഇന്നത്തെ ക്ലാസ് തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സാണ്. ഞാൻ ഒരു വലിയ വിജയ് ഫാനൊക്കെയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. തമിഴ്നാട്ടിലെ 4 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ പറ്റി ആദ്യം നമുക്ക് നോക്കി പോവാം. ആദ്യം TVK, തമിഴക വെട്രിക്കഴകം. വിജയുടെ പാർട്ടി തന്നെയാണ്, വിജയുടെ പാർട്ടിയാണ് TVK. പിന്നെ അടുത്തത് പഠിച്ചു വയ്ക്കേണ്ടത് DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ വലിയൊരു പാർട്ടിയാണ് AIADMK, ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം. നമ്മുടെ മുകളിൽ എഴുതിയിരിക്കുന്ന സെയിം സംഭവം തന്നെയാണ് ഇവിടെ വരുന്നത്, DMK. ഇതേ സെയിം സംഭവം തന്നെയാണ് ഈ ഒരു ഫുൾ ഫോമിലും വരുന്നത്, ദ്രാവിഡ മുന്നേറ്റ കഴകം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ ആൾ ഇന്ത്യ അണ്ണ എന്നുള്ള ആ ഒരു ഇതും കൂടെ ചേരുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളത് VCKയുടെ ഫുൾ ഫോം എന്ന് പറയുമ്പം വിടുതലൈ ചിരു തൈകൾ കച്ചി. ഇതാണ് VCK. ഇതിനൊക്കെ ഇപ്പോഴത്തെ തമിഴ്നാടിൻ്റെ വിജയ് രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്, പറഞ്ഞുതരാം. ഇത് 4 കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കിപ്പോവാം. TVK തമിഴക വെട്രി കഴകം, അതാണ് ഇപ്പോഴത്തെ വിജയുടെ പാർട്ടി. പിന്നെ DMK ദ്രാവിഡ മുന്നേറ്റ കഴകം. പിന്നെ AIADMK ഓൾ ഇന്ത്യ അണ്ണ ദ്രാവിഡ മുന്നേറ്റ കഴകം, അതാണ് DMK ഞാൻ ഷോർട്ട് ഫോമിൽ എഴുതി കൊടുത്തിട്ടുള്ളത്. പിന്നെ VCK വിടുതലൈ ചിരുതൈകൾ കച്ചി. തമിഴ്നാട്ടിൽ ആകെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം പഠിച്ചു വച്ചിരിക്കണം. അത് 234 ആണ്. 234. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭാ ഇലക്ഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൃത്യമായിട്ടും കണ്ട് നോട്ട് എഴുതിയെടുത്ത് പഠിച്ചോളണം. അതിനകത്ത് ഇനി വരുന്ന PSC പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദിക്കും എന്നുള്ളതിൻ്റെ വിശദീകരിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ ജില്ലകളുടെ മണ്ഡലങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ആരാണ് എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് പോയി കാണുക. ഇവിടെ 234 തമിഴ്നാട്ടിലെ നിയമസഭാ സീറ്റ് അല്ലെങ്കിൽ മണ്ഡലമുണ്ട്. നമ്മുടെ കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലമുണ്ട്? 140. കേരള, ഇത് നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ്, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തമിഴ്നാട്ടിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 234 ആണ്. ഇവിടെ നമ്മുടെ തലപതി വിജയ് അദ്ദേഹം നേടിയ ആകെ സീറ്റുകളുടെ എണ്ണം 108 ആണ്. 108 സീറ്റുകൾ എന്ന് പറയുമ്പോൾ 108 മണ്ഡലങ്ങളിൽ ജയിച്ചത് TVK പാർട്ടി, വിജയിയുടെ TVK പാർട്ടിയാണ്. ഈ ഒരു കാര്യം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ച് ചുവപ്പൂശി പേനോട് തന്നെ എഴുതി വെച്ച് പഠിച്ചോളണം. 108 മണ്ഡലങ്ങൾ, 234-ൽ 108 മണ്ഡലങ്ങൾ TVK പാർട്ടി നേടി. പക്ഷേ ഇത് വെച്ചുകൊണ്ട് ഒരിക്കലും ഭരണം നടത്താൻ സാധിക്കില്ല. അവിടെ ഭരണം കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 118 സീറ്റിൻ്റെ ഭൂരിപക്ഷം വേണം. 108-ൽ നിന്ന് 118 കിട്ടിയാൽ മാത്രമേ ഭരണം നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. ഒന്ന് CPIയിൽ നിന്ന് 2 MLAമാർ വിജയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CPIM അതിലും 2 MLAമാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ VCK പാർട്ടിയിൽ നിന്നും 2 MLAമാർ വിജയെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും 5 MLAമാർ സപ്പോർട്ട് ചെയ്യുന്നു. 5 MLAമാർ വിജയെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് IUML ഷോർട്ട് ഫോമിൽ എഴുതാൻ പറ്റും. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും 2 MLAമാർ സപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഇത്രയും MLAമാരുടെ സപ്പോർട്ടോടുകൂടിയാണ് ഇപ്പോൾ നിലവിൽ വിജയ് മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. ഈ ഒരു കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളാം. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ തന്നിട്ടായിരിക്കും. CPIയിൽ നിന്നും എത്ര
MLA മാർ വിജയ്ക്ക് സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്നും എത്ര MLA മാർ സപ്പോർട്ട് ചെയ്തു, VCK പാർട്ടിയിൽ നിന്നും എത്ര സപ്പോർട്ട് ചെയ്തു. VCKയുടെ ഫുൾ ഫോം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയിൽ വെച്ചോളാം, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, TVK പാർട്ടിക്ക് ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ 108 സീറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 108-ൽ ഒരെണ്ണം കുറയും എന്ന് വെച്ചാൽ അത് പറഞ്ഞുതരാം. അതായത് നമ്മുടെ വിജയ് തന്നെ 2 മണ്ഡലങ്ങളിലായിട്ടാണ് നിന്നത്. അതേതൊക്കെയാണ്? ഒന്ന്, വിജയ് നിന്ന മണ്ഡലങ്ങളാണ്. ഒന്ന് പെരമ്പൂർ മണ്ഡലത്തിൽ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തിരുച്ചിറപ്പള്ളി ഈസ്റ്റ്. ഈ 2 മണ്ഡലങ്ങളിലായിട്ടാണ് വിജയ് നിന്നത്. പിന്നെ നിയമപ്രകാരം, നമ്മുടെ ഈ ഭരണഘടനാ രീതിയിൽ പ്രകാരം ഒരാൾക്ക് 1 MLA സ്ഥാനം മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹം പെരമ്പൂർ മണ്ഡലത്തിൻ്റെ അവിടുത്തെ MLA തുടരാനും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൻ്റെ ആ ഒരു MLA സ്ഥാനം രാജിവെക്കുകയാണ് ചെയ്തത്. രാജിവെച്ചു. അതങ്ങനെയാണ്. ഇപ്പം 2 മണ്ഡലം നിന്ന് പറഞ്ഞാൽ പോലും കാര്യമില്ല. അതോടെ 1 മണ്ഡലത്തിൻ്റെ കാര്യം മാത്രമേ ഭരണഘടനാ പ്രകാരം കണക്ക് കൂട്ടാൻ സാധിക്കുകയുള്ളൂ ഇവിടെ. അതുകൊണ്ട് തന്നെ ഇപ്പം 108 സീറ്റ് എന്നുള്ളത് മാറി എത്ര ആകും? 107 മാറും. വേറൊരു കാര്യമുണ്ട്, ഇപ്പം തന്നെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ പുതിയൊരു ഇലക്ഷൻ വരും. ആ സമയത്ത് വീണ്ടും വിജയുടെ പാർട്ടി TVK പാർട്ടി തന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് 1 MLA കൂടെ കിട്ടുന്നതാണ്. എന്ന് പറയുമ്പോൾ 107 MLA ആണ് ഇപ്പോഴത്തെ കണക്ക്. അത് മാറി 108 MLA എന്നുള്ള കണക്ക് വീണ്ടും കിട്ടുന്നതാണ്. ഇനി ബാക്കി TVK പാർട്ടിയെ പറ്റി നോക്കാം. ഇപ്പം നിലവിലെ TVK പാർട്ടിയുടെ അധ്യക്ഷൻ അത് വിജയ് തന്നെയാണ്. അധ്യക്ഷൻ TVK പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലവിലെ അധ്യക്ഷൻ വിജയ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു TVK പാർട്ടി സ്ഥാപിച്ചത് വിജയ് തന്നെയാണ്. സ്ഥാപകൻ അത് തന്നെയാണ്, വിജയ് തന്നെയാണ്. ഇപ്പോഴത്തെ അധ്യക്ഷൻ വിജയാണ്. അതുപോലെ തന്നെ TVK പാർട്ടിയുടെ സ്ഥാപകൻ വിജയാണ്. TVK പാർട്ടി രൂപീകരിച്ച ഡേറ്റ് നമ്മൾ പഠിച്ചു വച്ചിരിക്കണം. അത് 2024 ഫെബ്രുവരി 2-ാം തീയതിയാണ്. 2024 ഫെബ്രുവരി 2-ാം തീയതിയാണ് TVK പാർട്ടി രൂപീകൃതമായത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് പേരുണ്ട്, മാർക്ക് ചെയ്തിട്ടോളാം. അധ്യക്ഷനും സ്ഥാപകനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. TVK പാർട്ടി എന്ന് പറയുമ്പോൾ അത് വിജയുടെ പാർട്ടിയാണ്, വിജയ് തന്നെയാണ് സ്ഥാപിച്ചത്. അധ്യക്ഷനൊക്കെ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷേ ഇത് എല്ലാവരും പഠിച്ചു വയ്ക്കണമെന്നില്ല, ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോളാം. ഈ പറഞ്ഞ സംഭവം മനസ്സിലായി? 2024 ഫെബ്രുവരി 2-നാണ് TVK പാർട്ടി സ്ഥാപിതമായത്. ഈ ഒരു കാര്യം മനസ്സിലാക്കി പഠിച്ചോളാം. കേരളത്തിൽ TVK പാർട്ടി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം അപ്പോൾ നമ്മൾ മനസ്സിലാത്തൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. കേരളത്തിൽ TVK പാർട്ടി തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കണം. നമ്മുടെ വയനാട് ജില്ലയിൽ വയനാട് ജില്ലയിലെ വേങ്ങപ്പള്ളി എന്ന സ്ഥലം, അവിടെയാണ് TVK പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പുതുതായിട്ട് തുടങ്ങിയത്. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയതെന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് എന്താണെന്ന് അറിയാമോ? അത് 2026 മെയ് മാസം 10-ാം തീയതി ഞായറാഴ്ച ദിവസമാണേ, ഞായറാഴ്ച. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ചെന്നൈ. ഈ ഒരു കാര്യം ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളാം. ഇത് ഞാൻ ഈ പറഞ്ഞ സംഭവം പത്രവാർത്ത ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. 2026 മെയ് 10-ാം തീയതി ഞായറാഴ്ച ദിവസം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ്, ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം പറ്റിയിട്ടുള്ളത്. PSC ക്ലാസ്സിനകത്ത് രാഷ്ട്രീയം പറയണത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് എന്തായാലും ഇപ്പോൾ എനിക്ക് എന്തായാലും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഞാൻ ഈ PSC ക്ലാസ്സിനകത്ത് രാഷ്ട്രീയം ഞാൻ പറയാറില്ല. പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാനും വയ്യ. അതായത് ഇപ്പം നിലവിൽ നമുക്കറിയാം LDF ഡൗണായി, UDFന് 102 സീറ്റ് കിട്ടി എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം നമ്മൾ പറഞ്ഞു പോണ കാര്യമാണ്. പക്ഷേ ഇനി വരുന്ന ഇപ്പം 2026 ഇലക്ഷൻ കഴിഞ്ഞു. ഇനി വരുന്ന ഇലക്ഷൻ എന്നാണോ അന്ന് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കുറിച്ച് വെച്ചോ, ഉറപ്പായിട്ടും TVKയുടെ ഒരു സ്ഥാനാർത്ഥിയെങ്കിലും കേരളത്തിലുണ്ടാവും. നമ്മുടെ കേരളത്തിൽ വിജയുടെ TVK പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെങ്കിലും ഉണ്ടാകും. ആ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇപ്പോൾ അവർ ജയിക്കുകയും ചെയ്യും. ജയിക്കുമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പം
വിജയ് അധികാരമേറ്റു ഒരുപാട് കാര്യങ്ങൾ, അതായത് സ്ത്രീ സുരക്ഷ, പിന്നെ അതുപോലെ ഫ്രീ ആയിട്ട് കറണ്ട്, എന്നാൽ ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പരിപാടി, അപ്പോൾ അങ്ങനെയുള്ള കുറേ പരിപാടികൾ വിജയ് തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ഉറപ്പായിട്ടും നമ്മുടെ കേരളത്തിൽ നമുക്ക് അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയ് ഫാൻസ് നമ്മുടെ കേരളത്തിൽ തന്നെ തമിഴ്നാടനായിട്ടുള്ള വിജയ്ക്ക് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. ഇവിടെ ഈ കേരളത്തിൽ TVKയുടെ പ്രവർത്തനങ്ങൾ വിജയ് ഫാൻസിന് ഉറപ്പായും ചെയ്യും എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഇലക്ഷനിൽ കേരളത്തിൽ നിന്ന് ഒന്നോ അതിൽ കൂടുതലോ MLA പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ ഇനി അടുത്ത വരുന്ന മുഖ്യമന്ത്രി ആയിട്ട് ഉണ്ണിക്കണ്ണൻ മംഗൾദാമിനെ പിടിച്ചാക്കോ എന്നുള്ളത് പോലും അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് തിരിച്ചു വരാം. വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ്, അതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിമർശനം ഉണ്ടായി. അതായത് തമിഴർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാനമാണ് തമിഴ് തായ് വാഴ്ത്ത്. തമിഴ് തായ് വാഴ്ത്ത് ഈ ഒരു ഗാനം അന്ന് മൂന്നാമതായിട്ടാണ് പാടിയത്. ആദ്യം പാടിയത് വന്ദേ മാതരമാണ്. ആദ്യം പാടി ഇത് മൂന്നാമതായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വിമർശനങ്ങളൊക്കെ വിജയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇവിടെ PSC പഠിക്കുന്ന നിങ്ങൾക്ക് തമിഴ് തായ് വാഴ്ത്ത് എന്നുള്ള ഈ ഗാനം ഓർമ്മയിൽ വെച്ചോളണം. ഇതെന്ന് പറയുമ്പം തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഗാനമാണ്. അവരുടെ ഒരു തമിഴ് അത് പുകഴ്ത്തിയുള്ള ഒരു പാട്ടാണിത്, തമിഴ് തായ് വാഴ്ത്ത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കണം. വിജയ്ക്ക് മുഖ്യമന്ത്രിയാവാനുള്ള സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്ത ആരാണ്? ഇതാണ് എൻ്റെ ചോദ്യം. അത് എപ്പോഴും തമിഴ്നാടിൻ്റെ ഗവർണറായിരിക്കും. നമ്മുടെ കേരളത്തിൻ്റെ ഗവർണർ ആരാണ്? അതിൻ്റെ ആൻസർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. ഇവിടെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പം ഇദ്ദേഹം തന്നെയാണ് നിലവിൽ തമിഴ്നാടിൻ്റെ ഗവർണറും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ സംഭവം സെറ്റാണല്ലോ. തമിഴ്നാടിൻ്റെ അഡീഷണൽ ചാർജ് കൂടിയുണ്ട്. അഡീഷണൽ ചാർജ് തമിഴ്നാട്ടിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. ഇദ്ദേഹമാണ് വിജയ്ക്ക് മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഇദ്ദേഹം നമ്മുടെ കേരള ഗവർണറായി ചാർജ് എടുത്തത് 2025 ജനുവരി 2 ആണ്. 2025 ജനുവരി 2 രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇദ്ദേഹം കേരള ഗവർണറായി മാറിയത്. പിന്നെ ഇതിൻ്റെ ഡേറ്റ് നമുക്ക് പഠിച്ചു വച്ചിരിക്കണം. അതുപോലെ തന്നെ ഇദ്ദേഹം എത്രാമത്തെ കേരള ഗവർണറാണ്? അതിൻ്റെ ആൻസർ 23ാമത്തെ ഗവർണർ. 23ാമത്തെ ഗവർണറാണ്. കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇദ്ദേഹം കേരള ഗവർണർ ആകുന്നതിന് മുമ്പ് ഹിമാചൽ പ്രദേശിൻ്റെയും ബീഹാറിൻ്റെയും ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, അതുപോലെ തന്നെ ബീഹാർ എന്നീ സ്റ്റേറ്റുകളുടെ ഗവർണർ പദവി വഹിച്ചതിന് ശേഷമാണ് കേരളത്തിൻ്റെ ഗവർണർ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവം ഉറപ്പായും ചോദിക്കും. ഇതെന്ന് പറയുമ്പം സ്റ്റേറ്റ്മെൻറ്റ് വൈസായിട്ട് തന്നെ ചോദിക്കും. ഇവിടെ ഒരു സ്റ്റേറ്റിൽ ഒരു ഗവർണർ എന്നുള്ളതാണല്ലോ കണക്ക്. എങ്കിൽ 2 സ്റ്റേറ്റ് അല്ലെങ്കിൽ 3 സ്റ്റേറ്റിൻ്റെ ചുമതല ഒരു ഗവർണർ എങ്ങനെ വഹിക്കും എന്നുള്ള ഒരു ചോദ്യം എല്ലാവരുടെ മനസ്സിനകത്ത് ഉണ്ടാകും. അതെന്ന് പറയുമ്പം നമുക്ക് നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 153 ഉണ്ട്. 53 ആർട്ടിക്കിൾ 153ൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഒരു സ്റ്റേറ്റിൽ ഒരു ഗവർണർ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ പറയുന്നുണ്ട്. ഒരു സ്റ്റേറ്റിൽ ഒരു ഗവർണർ എന്നുള്ള ഒരു വ്യവസ്ഥ, അങ്ങനത്തുള്ള വ്യവസ്ഥകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അനുച്ഛേദം അഥവാ ആർട്ടിക്കിളാണ്, ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് 153. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് പേരുണ്ട് അടയാളപ്പെടുത്തി വെച്ചോളാം. അറിയാമല്ലോ, ആർട്ടിക്കിൾസ് ഉറപ്പായിട്ടും PSC പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഞാൻ ഇനി പറയുന്ന കാര്യം ഡിഗ്രി ലെവലിൽ പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ചോണം പോകാനായിട്ട്. 153 ചെറിയൊരു ഭേദഗതി നടന്നിട്ടുണ്ട്. അത് പറഞ്ഞുതരാം. 1956 7ാം ഭരണഘടനാ ഭേദഗതി. 1956 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ ഒരു മാറ്റം കൊണ്ടുവന്നത്. അതായത് ഒരു ഗവർണർക്ക് 2ഓ അതിൽ കൂടുതലോ സ്റ്റേറ്റുകളുടെ ഭരണം കൈകാര്യം ചെയ്യാം.
മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. അത് ഏതിലാണ്? 153 153 എന്ന ആർട്ടിക്കിൾ അനുച്ഛേദം ഇതിലാണ് ഈ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. വേറൊരു കാര്യം കറണ്ട് അഫയേഴ്സിന് സെഷനിൽ പറഞ്ഞുതരാം. രാജ്ഭവനാണ് ഗവർണറുടെ വസതി. സംസ്ഥാന ഗവർണറുടെ വസതി രാജ്ഭവനാണ്. രാജ്ഭവൻ. സ്റ്റേറ്റ് ഗവർണർ വസതി ഹൗസ്. അതായത് രാജ്ഭവനാണ് ഒരു സംസ്ഥാന ഗവർണറുടെ വസതി എന്നറിയപ്പെടുന്നത്. പക്ഷേ രാജ്ഭവൻ എന്നുള്ള പേര് മാറ്റി ലോക് ഭവൻ ആയിട്ടുണ്ട്. ലോക് ഭവൻ. ഇത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി വരുന്ന പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ രീതിക്ക് തന്നെ ഇത് ചോദിക്കും. വേറെ ഭരണഘടനാ രീതിക്കൊന്നുമല്ല, കറണ്ട് അഫയേഴ്സിൻ്റെ രീതിക്ക് തന്നെ ഈ സംഭവം ചോദിക്കാൻ ഇനി വരുന്ന പരീക്ഷയ്ക്ക് സാധ്യതകൾ ഉണ്ട്. തമിഴ്നാട്ടിലെ വിജയ് അധികാരമേറ്റു, മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റു. വിജയ്ക്ക് മുമ്പ് അധികാരം ആർക്കായിരുന്നു? അതാണ് DMK പാർട്ടിക്കാണ് വിജയ്ക്ക് മുമ്പ് അധികാരമുണ്ടായിരുന്നത്. വിജയ് മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയായിരുന്നത് MK സ്റ്റാലിൻ. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് DMK. വിജയ്ക്ക് മുമ്പ് മുഖ്യമന്ത്രിയായതാണ് MK സ്റ്റാലിൻ. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് DMK. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ പഠിച്ചു വയ്ക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകനുണ്ട്, അതാണ് ഉദയനിധി സ്റ്റാലിൻ. മകൻ ഉദയനിധി സ്റ്റാലിൻ. MK സ്റ്റാലിൻ്റെ മകനാണ് ഉദയനിധി സ്റ്റാലിൻ. കഴിഞ്ഞ മന്ത്രിസഭ MK സ്റ്റാലിൻ്റെ മന്ത്രിസഭയിൽ ഇദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന വ്യക്തിയാണ് ഉദയനിധി സ്റ്റാലിൻ. എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ, തമിഴ്നാട്ടിൻ്റെ മന്ത്രിസഭയിൽ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന വ്യക്തിയാണ് ഉദയനിധി സ്റ്റാലിൻ. എന്നാൽ ഇപ്പോഴത്തെ നിയമസഭയിൽ MK സ്റ്റാലിൻ തോറ്റുപോയി. അതുകൊണ്ട് തന്നെ MK സ്റ്റാലിൻ്റെ മകൻ ആയിട്ടുള്ള ഉദയനിധി സ്റ്റാലിനാണ് ഇപ്പോഴത്തെ തമിഴ്നാട്ടിൻ്റെ നിയമസഭാ പ്രതിപക്ഷ നേതാവ്. തമിഴ്നാടിൻ്റെ പുതിയ നിയമസഭയുടെ പ്രതിപക്ഷ നേതാവാണ് ഉദയനിധി സ്റ്റാലിൻ. പിന്നെ തമിഴ്നാട്ടിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുമ്പം ഏകദേശം ഒരു 1967 1967 മുതൽ ഇപ്പോൾ 2026 വരെയുള്ള കാലഘട്ടം. 2026 വരെയുള്ള കാലഘട്ടം എടുത്താൽ തന്നെ ഒന്നെങ്കിൽ DMK അല്ലെങ്കിൽ AIADMK, ഈ രണ്ട് പാർട്ടിക്കാരാണ് മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഈ ഒരു സമ്പ്രദായമുണ്ട്. അതിൻ്റെ വേറെ വെർഷനാണിത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം DMK AIADMK ഈ രണ്ട് പാർട്ടിക്കാരാണ് 1967 മുതൽ 2026 വരെ ഭരിച്ചത്. പക്ഷേ ഇതിനൊരു മാറ്റം വരുത്തിയത് ആരാണ്? വിജയാണ്. വിജയുടെ പാർട്ടി TVK പാർട്ടിയാണ് 2026 പുതുതായിട്ട് അധികാരമേറ്റപ്പം ഈ ഒരു ചരിത്രം അങ്ങ് മാറ്റി. ഓക്കെ, അല്ലെങ്കിൽ DMK AIADMK ഇങ്ങനത്തെ ഈ രണ്ട് പാർട്ടിക്കാർ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതിനൊരു മാറ്റം വരുത്തിയത് വിജയാണ്. ഇവിടെ തമിഴ്നാട്ടിൽ 2026 പുതിയ നിയമസഭ എന്ന് പറയുമ്പോൾ അത് 17ാമത്തെ നിയമസഭയാണ്. 17ാം നിയമസഭ 17ാമത്തെ നിയമസഭയാണ് ഇപ്പോൾ 2026 തമിഴ്നാട്ടിൽ ഉണ്ടായത്. എങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? കേരളത്തിൻ്റെ അതും കൂടെ പറയണം, നമ്മുടെ സ്വന്തം നാടാണല്ലോ, അതും കൂടെ പറയണമല്ലോ. കേരളത്തിൽ 16ാമത്തെ നിയമസഭ ഇലക്ഷനാണ് ഇപ്പോൾ 2026 കഴിഞ്ഞത്. സെറ്റാണല്ലോ. കേരളത്തിൽ 16ാമത്തെ നിയമസഭയാണെങ്കിൽ തമിഴ്നാട്ടിൽ 17ാമത്തെ നിയമസഭ. നമ്മുടെ തമിഴ്നാട്ടിലെ തലപതി വിജയ് അദ്ദേഹം മുഖ്യമന്ത്രിയെ അധികാരമേറ്റ ഉടനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെ നമുക്ക് നോക്കാം. ഒന്ന്, വൈദ്യുതി. 200 യൂണിറ്റ് വരെ വൈദ്യുതി ഫ്രീ ആക്കിയുള്ള ഒരു നിയമം അദ്ദേഹം ആ ഒരു സമയത്ത് ഒപ്പിട്ടിട്ടുണ്ട്. രണ്ടാമത്തത് വനിതാ സുരക്ഷ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിംഗപ്പണ്ണ് എന്ന പേരിലെ ഒരു ടാസ്ക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സുരക്ഷ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തത് ലഹരി വിരുദ്ധ സ്ക്വാഡ്. ഈ 3 കാര്യം PSC പരീക്ഷകളിൽ അറിയാമല്ലോ, 4 ഓപ്ഷൻ വരും. 4 ഓപ്ഷനിൽ 3 ഇതും തരും, വേറെ ഏതെങ്കിലും
ഒരു ഓപ്ഷൻ അവിടെ തരും. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളാം. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ചെറിയ ബോക്സ് വരച്ച് അടയാളപ്പെടുത്തി വെച്ചോളാം. കാര്യം 3 കാര്യങ്ങൾ വച്ചിട്ട് ഇനി വരുന്ന ഏതൊരു PSC പരീക്ഷയ്ക്കും ചോദിക്കും. DMK അധികാരത്തിൽ വന്നു എങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവാര് അല്ലെങ്കിൽ ഇവരൊരു സത്യപ്രതിജ്ഞ ചെയ്ത ഡേറ്റ് എന്നാണ്, പിന്നെ അവിടുത്തെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള കാര്യം മാത്രം സാധാരണ DMK അല്ലെങ്കിൽ AIADMK ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾക്ക് മാത്രം പഠിച്ചു വെച്ചാൽ മതി. സാധാരണ PSC പഠിക്കുന്ന ഒരാൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ മതി. പക്ഷേ ഇത് C. ജോസഫ് വിജയാണ്. അപ്പോഴതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമല്ലോ. ക്ലിയർ ആണല്ലോ? ശരി, ഓക്കെ, ബൈ.